നമുക്കിവിടെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ പി എ ഒരു ടാൻജൻ്റാണ്, ക്യു എ ഒരു ടാൻജൻ്റാണ്, അതുപോലെ ബി ആർ ഒരു ടാൻജൻ്റാണ്, ആർ സി ഒരു ടാൻജൻ്റാണ്. ഇതെല്ലാം കൂടെ ഫോം ചെയ്ത് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഫോം ആയേക്കുക. ഈ എ ബി സിയുടെ പെരിമീറ്റർ തന്നിട്ടുണ്ട്, എത്ര 68 തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, ഈ എ പിയുടെ വാല്യൂ ചോദിച്ചേക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ അവരാദ്യം ട്രയാങ്കിൾ വരച്ചിട്ട് പിന്നെ അത് സർക്കിൾ വൈഡ് കണക്ട് ചെയ്യുന്ന കഥയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു, ഞാൻ സർക്കിൾ ആദ്യം വരച്ചിട്ട് ടാൻജൻറ്റ് വരച്ച് അത് ട്രയാങ്കിൾ ആക്കുന്ന രീതിയാണ് പറഞ്ഞത്. രണ്ടും സെയിം തന്നെ, ഫിഗർ ഇങ്ങനെ തന്നെ വരും, സെയിം ഫിഗറാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ ആദ്യം കുറച്ച് സമയം പറഞ്ഞിരിക്കണം. അതെന്താണ്, പി എ എന്ന് പറയുന്നത് എ ക്യൂ എന്ന് പറയുന്നത് ഈക്വലാണ്. കാരണം എന്താ, ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഒരേ സർക്കിളിലേക്ക് വരയ്ക്കുന്ന രണ്ട് ടാൻജൻറ്റുകൾ ഈക്വലായിരിക്കും. അതുപോലെ എന്താ, ബി പി എന്ന് പറയുന്നതും ബി ആർ എന്ന് പറയുന്നതും ഈക്വലാണ്, ഇപ്പോൾ പറഞ്ഞ കാരണം തന്നെ. അതുപോലെ ആർ സി എന്നതും സി ക്യൂ എന്ന് പറയുന്നത് ഈക്വലാണ്. ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബി പ്ലസ് ബി ആർ പ്ലസ് ആർ സി പ്ലസ് എ സി അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എത്ര, 68 തന്നിട്ടുണ്ട്. എനിക്കിനി ഇവിടെ എന്താണ്, ഈ ബി ആറിന് പകരം എന്താണ്, ഈ ബി ആറിന് പകരം എനിക്ക് വേണമെങ്കിൽ ബി പി എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ ബി പി എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഈ ആർ സിക്ക് പകരം എന്താണ്, ആർ സിക്ക് പകരം എന്താ, ക്യൂ സി എന്ന് കൊടുക്കാമല്ലോ. അങ്ങനെയാകുമ്പം ഈ എ ബി പ്ലസ് ബി പി എന്നുള്ളത് എന്താവും, അത് മൊത്തം എ പി ആവും. അതുപോലെ ഈ ക്യൂ സി പ്ലസ് എ സി എന്നുള്ളത് എന്താവും, അത് എ ക്യൂ ആവും. അതുപോലെ ഈ എ പി എ ക്യൂ എന്താണ്, ഈക്വലാണ്. അപ്പം എ ക്യൂക്ക് വരെ ഞാൻ എടുത്ത് എന്താണ്, എ പി തന്നെ കൊടുക്കാൻ പോവാണ്. അപ്പം ഇവിടെ എന്താണ്, എ പി തന്നെ വരും. അപ്പോൾ എ പി പ്ലസ് എ പി 2AP വരും. അതെന്ന് പറയുന്നത് 68 വരും. എ പിയുടെ വാല്യൂ എത്രയാണ്, ബൈ 2 ചെയ്താൽ 32 എന്ന് കിട്ടും. അപ്പം അതാണ് ആൻസർ. എ പിയുടെ വാല്യൂ 32. ഇവിടെ ഓപ്ഷൻ 68/2 എന്നുള്ളത് 34 ആട്ടോ. ഇവിടെ 34 ഓപ്ഷൻ ബി.